ഐശ്വര്യമായിട്ട് വലുതാല് വെച്ച് തന്നെ ഇറങ്ങാം. ദൈവമേ, ഓ ഭാഗ്യം, വലതുകാല് കുത്തിയില്ല. അങ്ങനെ എന്താ എന്താ എന്തിനാ എന്നെ തല്ലിയേ? നേരത്തെ ഒരു 5 രൂപ ടിപ്പ് തന്ന ഞാൻ വേണം ഒരു 5 കൂടെ തരാം. वो समझा क्या साले? मल्लू सिंह का बहन से पंगा लेता है? ഞാൻ क्या करता हूँ? ദൈവമേ, ആ പുസ്തകം ബാഗിലായി പോയല്ലോ. ഈ കാട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും. ചാവിട്ടി കീറഞ്ഞ് പന്നി. എന്റെ ഇഷ്ടം മലയാളിയാണല്ലേ, എന്നിട്ടാണോ എന്നെ ഇങ്ങനെ ചവിട്ടി കൂട്ടണേ? हाथ मत लगाना साले, आगे निकल। ये मल्लू सिंह का बहन की प्रॉब्लम है। अगर मल्लू सिंह ने माफ किया तो भी पप्पन माफ नहीं करेगा। छोड़ो यार, मल्लू सिंह की बहन मेरी भी बहन है, लेकिन एक मलयाली पे हाथ उठाए तो मार डालूंगा साले। चल साले। തോടരുന്നല്ലടാ പറഞ്ഞ. ഇയാള് മലയാളിയോ? ദൈവമേ, ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നില്ലേ? ഇവരെന്തിനാ ഇടിക്കുന്നത്? എന്റെ സ്വഭാവം എനിക്കറിയില്ല. നീ ചെവി നുള്ളിക്കോ. മല്ലു സിംഗിന്റെ പെങ്ങളാ നീ പ്യാരിന്ന് വിളിച്ചത്. ഈ മല്ലു സ്ട്രീറ്റിൽ നിന്നെ കണ്ടാൽ ഈ പപ്പൻ ആരാണെന്ന് നീ അറിയും. ചേട്ടാ, ഈ പ്യാരി എന്ന് പറഞ്ഞ തെറിയ വൈകിട്ട് എന്താ പരിപാടി? നീ വാങ്ങോ? ഇന്നലെ ഞാൻ വാങ്ങി മോന്തിയതല്ലേ, ഇന്ന് നീ വാങ്ങ്. തൽക്കാലം നമുക്ക് നിവിനെ സൈസാക്കാം. മലയാളികളുടെ പേരുകളായിരുന്നല്ലോ. വൈകിട്ട് നേരത്തെ വാടത്തേണ്ടി. ഓക്കേ ഓക്കേ, പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. സോഡ അത് നീ ഓർത്തോണം. ഓക്കേ, ഇനി ഒരാളും ഇവനെ തൊട്ടുപോകരുത്. ഇവൻ എന്റെ ആള്. അയാള് പേടിച്ചു പോയിട്ടോ. ഇവിടെ എല്ലാവർക്കും എന്നെ ഭയങ്കര പേടിയാ. ഞാൻ അനിയൻ. അനിയനോ? ആരുടെ അനിയൻ? എനിക്ക് അനിയനൊന്നുമില്ല, ഞാൻ ഒറ്റ മോന, പിന്നെ 2 ചേട്ടന്മാർ. അതല്ല, എന്റെ പേരാ പറഞ്ഞ അനിയൻ. നിനക്ക് എന്ത് മല്ലു സ്ട്രീറ്റിൽ കാര്യം? ഞാൻ നാട്ടിലൊരു ഹരിയെ അന്വേഷിച്ചു വന്നതാ. ഹരിയോ? ബാബ്രേ, അവിടെ ഉണ്ടോ? അവിടെ ഇല്ല. എന്തെങ്കിലും ആരെങ്കിലും അന്വേഷിച്ചു വരുമെന്ന് എനിക്കറിയാം. എന്താ വൈകിയത്? ട്രെയിൻ ലേറ്റ് ആയതാ. എടുത്തോളൂ. എന്ത് എടുത്തോളൂ? ഞാനാ എടുക്കല്ലേ? സത്യം പറഞ്ഞ ലോകത്തൊരു മലയാളിയും കഷ്ടപ്പെടുന്ന എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാ ധൈര്യമായിട്ട് വന്നോളൂ. നമസ്കാരം. വെറുതെ കുനിയണ്ട, എന്നോടാ. ഞാൻ മൊത്തത്തിൽ ഭയങ്കര സംഭവമാണ് ഇവിടെ, അതുകൊണ്ടാ. ഇറക്കി വെച്ചോളൂ, സൂക്ഷിച്ചു. ഭയ്യാ, ആരെങ്കിലും ഒന്ന് പതുക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാതെ. എന്റെ കടയാ, പാലിന്റെ മൊത്ത വിതരണ സംഭരണശാല. ഏയ് ഹരിത്രേ, എന്റെ പ്രജകളാ. എന്ത് ചോദിച്ചാൽ അപ്പ മറുപടി പറയും. ബഹുമാനം കൊണ്ടാ, അതുകൊണ്ട് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാറേ ഇല്ല. നടന്നോളൂ. ഈ കാണുന്ന പശുക്കളൊക്കെ എന്റെ. ശരിക്കും ഞാനൊരു പ്രസ്ഥാനാണ് ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളൂ. എന്നെ ബഹുമാനിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പശുക്കൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാ. ഹരി എന്നല്ലേ പേര് പറഞ്ഞ? അല്ല, അനി. അയ്യോ, അനീന്ന് എന്റെ പേരാ. ഹരി. ഹരി എന്താണ്? ആ മോനെ ഹരി, ഇത്രയും കാലം ഞാൻ കാത്തിരുന്ന നിന്റെ ചേട്ടൻ വന്നടാ. ചേട്ടാ, അയ്യോ ചേട്ടാ, അയ്യോ ചക്കരേ, അയ്യോ ചേട്ടാ, ഇത് ഹരിയല്ല. ഈ ഹരിയല്ലേ? പിന്നെന്താ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആരോരും ഇല്ലാത്ത ഒരുത്തനല്ല എന്ന് വിചാരിച്ച് തീറ്റിപ്പോറ്റി വളർത്തിയതാ ഞാൻ. അപ്പൊ വേണ്ടാന്ന് പറഞ്ഞാട്ടല്ലോ, ചവിട്ടി കൂട്ടി ഞാൻ. എന്റെ പൊന്നു ചേട്ടാ, ഇത് ഹരിയല്ല. ഹരിയല്ലേ? ചായ ഉണ്ടല്ലോ, ഇത്രയൊക്കെ മതി. ഇത് തന്നെ നിന്റെ അനിയൻ.
സത്യമായിട്ടും ഈ ഹരിയല്ല, ഇവിടെ വേറെ ഹരിയില്ലേ? വേറെ ഹരിയോ? ഇവരെന്താണ് ഒരു കുറവ്? ദേ, ഇവൻ 4 നേരം വെട്ടി വീഴണ നീ കണ്ടിട്ടില്ലല്ലോ? ഇല്ല. ഇവിടുത്തെ പശുവിന് 1 കെട്ട് പുല്ല് മതി, ഈ തെണ്ടിക്ക് 4 കെട്ട് ബീഡി വേണം ഒരു ദിവസം. ദേ, ഇവന് വേണ്ടി ഞാൻ ഇത്രയും കാലം ചെലവാക്കിയ കാശ് ഇവിടെ വെച്ചിട്ട് പോയാ മതി. ഇവനെയും കൊണ്ട് കെട്ടിപ്പിടിക്കണം. പിടിച്ചു, വിടണ്ണ. വിട്ടു. അണ്ണ പറഞ്ഞത് കേട്ടല്ലോ, എന്ത്? ഫുൾ സെറ്റിലിട്ട് പോയാ മതി. ആഹാ, നിന്നെ ഞാൻ ഇന്ന് പശുക്കളും സമ്മതിക്കില്ലേ? മാനസമൈനെ വരൂ, മധുരം നുള്ളി തരൂ, അരുമ പൂവാടിയിൽ മതിടാ പരീക്കുട്ടി. ഞാൻ പാടും, പാടി പാടി നെഞ്ചു പൊട്ടിച്ചാകും. പെണ്ണ് പറ്റിക്കാത്ത ഏതെങ്കിലും കാമുകന്മാർ ഈ ലോകത്തുണ്ടോ? ഉണ്ടെങ്കിൽ പറ. നിനക്കറിയോ, എന്റെ അമ്മുവിന്റെ അച്ഛൻ പറഞ്ഞു പെട്ടി നിറയെ കാശുള്ളവരെ അമ്മുവിനെ കെട്ടിച്ചു തരുമെന്ന്. ആ വാശിക്ക് ഒരു വലിയ പെട്ടിയും പണിയായത് കൊടുത്തോണ്ട് നാട് വിട്ടവനാ ഞാൻ. കാശുണ്ടാക്കാൻ ഈ പഞ്ചാബികള് താടിയും മുടിയും നീട്ടി വളർത്തുന്നത് കണ്ടിട്ടാ ബാർബർ പണിക്ക് ഇങ്ങോട്ട് വണ്ടി കയറിയത്. ഇവിടെ വന്നപ്പോഴാ മനസ്സിലായത് ജന്മം ചെയ്ത യുവന്മാര് താടിയും മുടിയും വടിക്കില്ലാന്ന്. പട്ടിണിയും പരുവട്ടായി തിരിച്ച് നാട്ടിൽ ചെന്നപ്പോ ആ ഗ്യാപ്പിൽ അമ്മു വേറൊരുത്തനെ കെട്ടി. അങ്ങനെ അമ്മുവുമായിട്ടുള്ള ജീവിതം പൊട്ടി. ഇവിടെ ഇപ്പൊ പൊട്ടിയ ടയർ ഒട്ടിച്ച് കഴിയുന്നു. പഞ്ചറകട നീ എന്തിനാ തലൂത്തിയിരിക്കുന്ന? അവിടെ ഇരിക്കേ. ഓനിരിക്കെ, ഇത് എപ്പോഴും വീഴാറില്ല. ഇതൊക്കെ സർവ്വസാധാരണമാണ്. മിണ്ടായില്ല. നീ മിണ്ടരുത്. നീ മിണ്ടാറാവുമ്പോ ഞാൻ പറയും. ഓക്കെ? ഇവനുണ്ടല്ലോ ഈ കാർത്തികേയൻ, 6 കൊല്ലം മുമ്പ് നാട്ടിലെന്തോ കിടുമണി ഒപ്പിച്ച് ഇവിടെ വന്നതാ. കോടീശ്വരൻ. അരിപ്പ പോലത്തെ ഒരു ജട്ടിയും ഒരു പിഞ്ഞിയ കൈലി, അതായിരുന്നു പുള്ളിക്കാരന്റെ അന്നത്തെ സമ്പാദ്യം. അന്നത്തെ അരിപ്പയുടെ അവസ്ഥ കണ്ട് ഈ എരപ്പയെ മല്ലു സിംഗ് കൂടെ നിർത്തിയതാ. പപ്പനെ പോലെ തന്നെ മല്ലുവിന്റെ വലങ്കയായിരുന്നു ഇവനും. എന്നിട്ട് ഈ തെണ്ടി കാണിച്ചത് എന്താന്നറിയോ? മല്ലുവിന്റെ മൂത്ത പെങ്ങളെ കേറി അങ്ങ് പ്രണയിച്ചു. മല്ലുവിനെ സ്പോട്ടി ചവിട്ടി എടുത്ത് വെളിയിൽ കളഞ്ഞു. മോനെ, അനിമോനേരി, എന്നെ നോക്കി. ഞാൻ നല്ല ഗ്ലാമർ അല്ലേടാ? എനിക്ക് എന്താടാ ഒരു കുറവ്? അന്ന് ഇച്ചിരി കറുത്തായിരുന്നു, അതൊരു തെറ്റാണോ? ആ ഒറ്റ കാരണം കൊണ്ട് ആ മല്ലുത്തണ്ടി അവന്റെ വെളുത്ത പെങ്ങളെ എനിക്ക് തരാണ്ടിരുന്നത്. മോനെ, എന്തോ നീ കേക്കണം. ആ മല്ലു പബ്ലിക്കായിട്ട് പറഞ്ഞാൽ അവന്റെ പെങ്ങളെ വെളുത്ത ഒരാൾക്ക് മാത്രമേ കൊടുക്കൂന്ന്. നിനക്കറിയോ? അതുകൊണ്ട് 1 കിലോ ഫെയർ ആൻഡ് ലവ്ലി ഞാൻ ഒരു ദിവസം തേക്കണം. കുറച്ചൊക്കെ തിന്നുകയും ചെയ്യും. എനിക്കിപ്പോ സൂര്യനെ പേടിയാടാ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സാധനം ചുമന്നുകൊണ്ട് നടക്കണം.